സൈബർ ബുള്ളിങ്ങും സോഷ്യൽ മീഡിയ തട്ടിപ്പുകളും അരങ്ങ് തകർക്കുന്ന കാലമാണല്ലോ ഇത്. സ്ത്രീകളുടെ ഫോട്ടോകൾക്കും വീഡിയോകൾക്കും താഴെ വരുന്ന വായിക്കാൻ കൊള്ളാത്ത കമന്റ്സും ഇൻബോക്സിൽ വരുന്ന അശ്ലീല ചുവയുള്ള മെസ്സേജുകളുടെയും ഉറവിടം തേടിയാൽ ഇത്തരം വാചകങ്ങളൊക്കെയും സ്പെല്ലിംഗ് തെറ്റാതെ പടച്ചുവിടുന്നത് പലപ്പോഴൊക്കെയും കുട്ടികളാണെന്ന് കണ്ടെത്താറുണ്ട്. അതിൽ അതിശയം തോന്നേണ്ട കാര്യമില്ല, അതൊക്കെ സർവ്വസാധാരണമായി കഴിഞ്ഞല്ലോ. പണ്ട് മണ്ണപ്പം ചുട്ടു നടന്നുവെന്നും പറഞ്ഞ് ഇന്നത്തെ കുട്ടികൾക്ക് ആ കഥയൊന്നും കേൾക്കുക പോലും വേണ്ട. അവരൊക്കെയും ഇൻസ്റ്റാഗ്രാമത്തിലാണ്. എത്രയും പെട്ടെന്ന് മലയാളികൾക്കിടയിൽ നടപ്പിലാകേണ്ട നിയമം ഓസ്ട്രേലിയൻ പാർലമെന്റ് പാസാക്കി കഴിഞ്ഞിരിക്കുകയാണ്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി സോഷ്യൽ മീഡിയ നിരോധിക്കുന്ന ലോകത്തിലെ ആദ്യ നിയമമാണ് ഓസ്ട്രേലിയയുടെ പാർലമെന്റ് പാസാക്കിയിരിക്കുന്നത്. നേരത്തെ രക്ഷിതാക്കളുടെ മേൽനോട്ടത്തിൽ മാത്രമേ കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാവൂ എന്ന നിയമം അമേരിക്കയും ഫ്രാൻസും പാസാക്കിയിരുന്നു. എന്നാൽ ഓസ്ട്രേലിയയിലെ നിയമം പൂർണ്ണ നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വകാര്യതയ്ക്ക് വേണ്ടി വാദിക്കുന്ന സംഘടനകളും കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ചില സംഘടനകളും നിയമത്തെ എതിർത്തെങ്കിലും രാജ്യത്തെ 77% പൗരന്മാരും നിയമത്തിന് അനുകൂല അഭിപ്രായമാണ് അറിയിച്ചത്. സോഷ്യൽ മീഡിയയിലെ ഉള്ളടക്കങ്ങൾ സ്വാധീനിച്ചത് മൂലം അക്രമം നടത്തിയ കുട്ടികളുടെയും അക്രമത്തിന് ഇരയായ കുട്ടികളുടെയും മാതാപിതാക്കളുടെ മൊഴികളും പാർലമെന്റ് പരിശോധിച്ചിരുന്നു. മാസങ്ങൾക്ക് നീണ്ട പൊതു ചർച്ചയ്ക്കും തിരക്കേറിയ പാർലമെന്ററി പ്രക്രിയയ്ക്ക് ശേഷം ബിൽ അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ പാസ്സാക്കുകയും ചെയ്തതിനെ തുടർന്ന് വർഷത്തിലെ അവസാന സിറ്റിംഗ് ദിനമായ വ്യാഴാഴ്ച വൈകിട്ടാണ് ഓസ്ട്രേലിയൻ സെനറ്റ് സോഷ്യൽ മീഡിയ നിരോധനത്തിന് അംഗീകാരം നൽകിയത്. ഇത്രയൊക്കെ ആകുമ്പോൾ ടെക് ഭീമന്മാർ അടങ്ങിയിരിക്കുമോ? നഷ്ടം അവർക്കാണല്ലോ. മെറ്റ, ടിക്ടോക്ക്, എക്സ് കമ്പനികൾ ഈ നിയമത്തിനെതിരെ സർക്കാരിന് നിവേദനം നൽകിയിരുന്നു. ഭീമന്മാരുടെയൊക്കെ കടുത്ത എതിർപ്പിനെ തള്ളിയാണ് ഓസ്ട്രേലിയൻ സർക്കാർ നടപടി പൂർത്തിയാക്കിയത്. പുതിയ നിയമപ്രകാരം 16 വയസ്സ് പൂർത്തിയാകാത്ത കുട്ടികൾ സോഷ്യൽ മീഡിയ സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് തടയുന്നതിന് ടെക് കമ്പനികൾ സുരക്ഷാ നടപടികൾ കൈക്കൊള്ളണം. അല്ലെങ്കിൽ ഏകദേശം 50 ദശലക്ഷം ഓസ്ട്രേലിയൻ ഡോളർ പിഴ ഈടാക്കും. കമ്പനികൾ എന്നു മുതൽ ഇത് പ്രാവർത്തികമാക്കണമെന്ന് ഉടനെ അറിയിക്കും. സ്നാപ്ചാറ്റ്, ടിക്ടോക്ക്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, റെഡിറ്റ്, എക്സ് എന്നിവയ്ക്കാണ് നിരോധനം ബാധകമാവുക. കുട്ടികളിൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം മോശം രീതിയിൽ പിടിമുറുക്കുകയാണെന്ന് ബിൽ അവതരിപ്പിച്ച് പ്രധാനമന്ത്രി ആന്റണി അൽബാനീസ് പാർലമെന്റ് അംഗങ്ങളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ ഭീഷണിപ്പെടുത്തുന്നവർക്കുള്ള ആയുധവും സമപ്രായക്കാരുടെ സമ്മർദ്ദത്തിനുള്ള വേദിയും തട്ടിപ്പിനുള്ള മാർഗവുമാണെന്നും അൽബാനീസ് വ്യക്തമാക്കുകയായിരുന്നു. ഓസ്ട്രേലിയയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ലിബറൽ പാർട്ടിയിലെ ഭൂരിഭാഗം അംഗങ്ങളും ബില്ലിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. ലിബറൽ സെൻട്രൽ മരിയ കൊവാസിക് ഇതിനെ നമ്മുടെ രാജ്യത്തെ സുപ്രധാന നിമിഷം എന്നാണ് വിശേഷിപ്പിച്ചത്. നിയമവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച നേതാക്കളിൽ ഭൂരിപക്ഷവും ഓസ്ട്രേലിയയുടെ നീക്കത്തെ പ്രശംസിക്കുകയായിരുന്നു. നിരോധനം നടപ്പിലാക്കുന്നതിനായി ബയോമെട്രിക്സ് അല്ലെങ്കിൽ സർക്കാർ നൽകിയ ഐഡികൾ ഉൾപ്പെടുത്താൻ കഴിയുന്ന 1 വയസ്സ് സ്ഥിരീകരണ സംവിധാനം പരീക്ഷിക്കാനാണ് ഓസ്ട്രേലിയൻ സർക്കാർ പദ്ധതിയിടുന്നത്. വരാനിരിക്കുന്ന മെയ് മാസത്തിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്റെ അംഗീകാരം വർദ്ധിപ്പിക്കാനുള്ള പ്രധാനമന്ത്രി അൽബാനീസിന്റെ ശ്രമമാണിതെന്നും റിപ്പോർട്ടുകളുണ്ട്. അത്തരത്തിലൊരു നീക്കമായിരുന്നാൽ കൂടി പ്രശംസാർഹമായ തീരുമാനം തന്നെയാണിതെന്ന് എടുത്തു പറയാതെ വയ്യ.